നമസ്കാരം. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അധികാര വടംവലികളും നയതന്ത്ര പ്രതിസന്ധികളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ തുടരുന്നതിനിടെ ഇറാന്റെ ഭരണ നേതൃത്വത്തിനുള്ളിൽ രൂപപ്പെട്ട അസ്വാരസ്യങ്ങൾ ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിലുള്ള ഭിന്നതകൾ രൂക്ഷമാണ് എന്നും മന്ത്രിയെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പ്രസിഡന്റ് നീക്കം നടത്തുന്നതായും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. ഒരു വശത്ത് സാമ്പത്തിക തകർച്ചയും മറുവശത്ത് സൈനിക വിഭാഗങ്ങളുടെ ഇടപെടലുകളും ഇറാൻ ഭരണകൂടത്തെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലും സമാധാന ഉടമ്പടികളിലും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രസിഡന്റിനെ മറികടന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ് നിലവിലെ പ്രധാന ആരോപണം. ഇറാനിലെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് മന്ത്രി പ്രവർത്തിക്കുന്നതെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാനും വിശ്വസിക്കുന്നു. ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിൽ സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം IRGC കമാൻഡർ അഹമ്മദ് വാഹിദിയുടെ തായെ പോലെയാണ് അരാക്ചി പെരുമാറുന്നത് എന്നാണ് ഇവരുടെ പക്ഷം. കഴിഞ്ഞ 2 ആഴ്ചയായി പ്രധാനപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ നിന്ന് പ്രസിഡന്റിനെ മാറ്റി നിർത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ നില തുടരുകയാണെങ്കിൽ വിദേശകാര്യമന്ത്രിയെ പുറത്താക്കാൻ പോലും പ്രസിഡന്റ് തയ്യാറായേക്കും. ഇറാൻ ഭരണകൂടത്തിനുള്ളിലെ ഈ വിള്ളൽ കേവലം വ്യക്തിപരമായ ഭിന്നതകളല്ല, മറിച്ച് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നയപരമായ തർക്കങ്ങളാണ്. യുദ്ധ സാഹചര്യങ്ങളും അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും സാധാരണക്കാരുടെ ജീവിതത്തിലും ഉണ്ടാക്കുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങളും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പ്രസിഡന്റും സൈനിക നേതൃത്വവും തമ്മിൽ നേരത്തെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അമേരിക്കയുമായി ഒരു സ്ഥിരമായ സമാധാന കരാറിൽ എത്തേണ്ടത് അനിവാര്യമാണെന്ന് രാഷ്ട്രീയ നേതൃത്വം കരുതുന്നു. എന്നാൽ ഇതിന് തടസ്സമായി നിൽക്കുന്നത് സൈനിക വിഭാഗങ്ങളുടെ കടുത്ത നിലപാടുകളാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടാൻ പ്രധാന കാരണം ഇറാനിയൻ പ്രതിനിധി സംഘത്തിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ അധികാരം ഇല്ലാത്തതാണെന്ന് അമേരിക്ക കരുതുന്നു. അടുത്തിടെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ഇറാനിയൻ പ്രതിനിധികൾക്ക് ഒരു കരാറിൽ ഒപ്പിടാനോ വ്യക്തമായ മറുപടി നൽകാനോ ഉള്ള അധികാരം ഉണ്ടായിരുന്നില്ല എന്നത് അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. IRGC ഉദ്യോഗസ്ഥരായ അഹമ്മദ് വാഹിദിയും അലി അബ്ദുല്ലാഹിയും രാഷ്ട്രീയ പ്രതിനിധി സംഘത്തെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നതും ചർച്ചകളുടെ പരാജയത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫിനോട് ശക്തമായ നിലപാട് സ്വീകരിക്കാനും രാജ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാൻ നേരിടുന്ന ഈ രാഷ്ട്രീയ പ്രതിസന്ധി ആഗോള എണ്ണ വിപണിയെയും മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഔദ്യോഗികമായി ഈ ഭിന്നതകളെക്കുറിച്ച് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഭരണകൂടം വലിയൊരു പൊട്ടിത്തെറിയുടെ അരികിലാണ് എന്നതാണ്. സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ഈ അധികാര വടംവലി പരിഹരിക്കപ്പെടാത്ത പക്ഷം അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നത് അസാധ്യമായി തുടരും. ഇറാന്റെ രാഷ്ട്രീയ ഭാവിയും പൗരന്മാരുടെ സാമ്പത്തിക സുരക്ഷിതത്വവും ഈ ആഭ്യന്തര തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. വരും ദിവസങ്ങളിൽ വിദേശകാര്യ മന്ത്രിക്കെതിരെ പ്രസിഡന്റ് സ്വീകരിക്കുന്ന നടപടികൾ ഇറാന്റെ വിദേശ നയത്തിൽ നിർണായകമായ മാറ്റങ്ങളാകും വരുത്തുക. ഇറാന്റെ സങ്കീർണമായ ഭരണഘടനാ സംവിധാനവും അധികാര ശ്രേണിയും പരിശോധിക്കുമ്പോൾ പ്രസിഡന്റും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിലുള്ള തർക്കങ്ങളിൽ ആര് വിജയിക്കുമെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥ ലോകത്തിലെ മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റും പാർലമെന്റും ഉണ്ട് എങ്കിലും യഥാർത്ഥ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മത നേതൃത്വത്തിലാണ്. ഈ അധികാര ഘടനയിൽ പ്രസിഡന്റിനും IRGCക്കും ഇടയിൽ ഒരു തർക്കം ഉടലെടുക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അന്തിമ വിജയം നിർണ്ണയിക്കുന്നത് വ്യക്തികളല്ല, മറിച്ച് ഇറാന്റെ സവിശേഷമായ വിലായത്ത് ഇ ഖലീഫ് എന്ന ഭരണ സംവിധാനമാണ്. ഈ വ്യവസ്ഥിതിയിൽ പരമോന്നത നേതാവിൻ്റെ നിലപാടാണ് എല്ലാ തർക്കങ്ങളിലും അവസാന വാക്ക്. ഇറാൻ ഭരണഘടനയനുസരിച്ച് രാജ്യത്തെ 2ാമത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പ്രസിഡന്റ്. ഭരണനിർവഹണത്തിൻ്റെയും സാമ്പത്തിക നയങ്ങളുടെയും ചുമതല പ്രസിഡന്റിനാണ് എങ്കിലും സൈന്യം, വിദേശ നയം, ആണവ പദ്ധതികൾ തുടങ്ങിയ നിർണായക മേഖലകളിൽ പ്രസിഡന്റിന് പൂർണ്ണ അധികാരമില്ല. നേരെ മറിച്ച് 1979 വിപ്ലവത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട IRGC കേവലം ഒരു സൈനിക വിഭാഗം മാത്രമല്ല, അവർക്ക് സ്വന്തമായി കര, നാവിക, വ്യോമ സേനകളുണ്ട്. കൂടാതെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നതും IRGC ആണ്. നിർമ്മാണം, എണ്ണ, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ അവർക്ക് വൻകിട
ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. ഈ സാമ്പത്തികവും സൈനികവുമായ കരുത്താണ് IRGCയെ പ്രസിഡന്റിന് വെല്ലുവിളി ഉയർത്താൻ പ്രാപ്തരാക്കുന്നത്. പ്രസിഡന്റും IRGCയും തമ്മിൽ ഒരു ഘട്ടത്തിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായാൽ നിയമപരമായും പ്രായോഗികമായും IRGCക്ക് മേൽക്കൈ ലഭിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം IRGC റിപ്പോർട്ട് ചെയ്യുന്നത് നേരിട്ട് പരമോന്നത നേതാവിനാണ്. പ്രസിഡന്റ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഗാർഡിയൻ കൗൺസിൽ പോലുള്ള മതപരമായ സ്ഥാപനങ്ങൾക്ക് കഴിയും. IRGCയെ സംബന്ധിച്ചിടത്തോളം അവർ വിപ്ലവത്തിൻ്റെ കാവൽക്കാരാണ്. ഭരണകൂടം വിപ്ലവ വീര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് അവർക്ക് തോന്നിയാൽ ഇടപെടാനുള്ള അധികാരം അവർക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് ഖദാമി, ഹസൻ റുഹാനി തുടങ്ങിയവർ IRGCയുടെ സ്വാധീനം കുറയ്ക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും ഈ തർക്കത്തിൽ അന്തിമ വിജയം തീരുമാനിക്കുന്ന ഏക വ്യക്തി പരമോന്നത നേതാവാണ്. പ്രസിഡന്റിനും IRGCക്കും മുകളിൽ നിൽക്കുന്ന അദ്ദേഹം ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. IRGCക്ക് അമിതമായ അധികാരം ലഭിക്കുന്നത് പരമോന്നത നേതാവിൻ്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായേക്കാം എന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം പ്രസിഡന്റിനെ പിന്തുണച്ചേക്കാം. എന്നാൽ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിലോ അമേരിക്കയുമായുള്ള ചർച്ചകൾ പോലെയുള്ള നയതന്ത്ര വിഷയങ്ങളിലോ തർക്കമുണ്ടായാൽ പരമോന്നത നേതാവ് IRGCയുടെ പക്ഷം ചേരാനാണ് സാധ്യത കൂടുതൽ. IRGCയുടെ കയ്യിലുള്ള സൈനിക ബലവും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പ്രസിഡന്റിനെ നിഷ്പ്രഭനാക്കാൻ പര്യാപ്തനാണ്. ചുരുക്കത്തിൽ ഇറാന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസിഡന്റിന് IRGCയെ മറികടന്ന് വിജയിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. IRGC എന്നത് ഭരണകൂടത്തിനുള്ളിലെ മറ്റൊരു ഭരണകൂടമായി മാറിയിരിക്കുന്നു. ജനപിന്തുണ പ്രസിഡന്റിന് ഉണ്ടായേക്കാം എങ്കിലും അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് വിപ്ലവ ഗാർഡുകളോടും മതനേതൃത്വത്തോടും കൂറുള്ളവരാണ്. അതിനാൽ തന്നെ ഏതൊരു അധികാര വടംവലിയിലും അത്യന്തികമായ വിജയം IRGCക്കും അവരെ പിന്തുണയ്ക്കുന്ന മത നേതൃത്വത്തിനുമായിരിക്കും. പ്രസിഡന്റിന് തൻ്റെ നയങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ IRGCയുമായി വിട്ടുവീഴ്ചകൾ ചെയ്യുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രസിഡന്റും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ആഗോള നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്ന ഒന്നായിരിക്കും. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിലും തന്ത്രപരമായ താൽപ്പര്യങ്ങളിലും അധിഷ്ഠിതമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ എപ്പോഴും പിന്തുടരുന്ന തന്ത്രപരമായ സ്വയംഭരണാധികാരം എന്ന നയം ഇത്തരമൊരു ഘട്ടത്തിൽ ഇന്ത്യയെ എങ്ങനെ നയിക്കുമെന്നത് വിശകലനം ചെയ്യേണ്ടതാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന ഇന്ത്യയുടെ അടിസ്ഥാന നയവും ഇറാന്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യമർഹിക്കുന്നു. ഇറാന്റെ ഭരണകൂടത്തിനുള്ളിലെ അധികാര വടംവലിയിൽ ഇന്ത്യ ആരുടെ പക്ഷം പിടിക്കും എന്ന ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ വ്യക്തികളെക്കാളും വിഭാഗങ്ങളെക്കാളും പ്രധാനം ആ രാജ്യത്തിൻ്റെ ഭരണസ്ഥിരതയാണ്. ഇറാനിലെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എങ്കിൽ IRGC എന്നത് അവിടുത്തെ പ്രതിരോധത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലാണ്. ചബഹാർ തുറമുഖം പോലെയുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തന്ത്രപരമായ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇറാനിലെ സിവിൽ ഭരണകൂടത്തൊപ്പം തന്നെ IRGCയുടെ കീഴിലുള്ള നിർമ്മാണ കമ്പനികൾക്കും പങ്കുണ്ട്. അതിനാൽ തന്നെ ഒരു വശത്തേക്ക് മാത്രമായി ചായുന്നത് ഇന്ത്യയുടെ ദീർഘകാല താൽപ്പര്യങ്ങളെ ബാധിച്ചേക്കും. ഇന്ത്യൻ നയതന്ത്രജ്ഞർ എപ്പോഴും ഇറാനിലെ സ്ഥാപിത ഭരണകൂടവുമായി ഇടപഴകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ പ്രസിഡന്റും പരമോന്നത നേതാവും IRGCയും ഉൾപ്പെടുന്നു. ഇറാനിൽ ഒരു ആഭ്യന്തര തർക്കം ഉണ്ടായാൽ ഇന്ത്യ പരസ്യമായ ഒരു പക്ഷം പിടിക്കാതെ നയതന്ത്ര ചാനലുകൾ വഴി സമാധാനത്തിനും സ്ഥിരതയ്ക്കുമായി വാദിക്കാനാണ് സാധ്യത. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും മധ്യേഷ്യയിലേക്കുള്ള വ്യാപാര പാതകളും ഇറാനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും റഷ്യയിലേക്കും എത്താനുള്ള ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രധാനമാണ്. ഈ പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിന് ഇറാനിലെ എല്ലാ അധികാര കേന്ദ്രങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് ആവശ്യവുമുണ്ട്. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന അടുപ്പവും ഈ വിഷയത്തിൽ നിർണായകമാവും. IRGCയെ ഒരു ഭീകര സംഘടനയെ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ അവരുമായി നേരിട്ട് പരസ്യമായി ബന്ധം പുലർത്തുന്നത് ഇന്ത്യക്ക് നയതന്ത്രപരമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ അഫ്ഗാനിസ്ഥാനിലും പശ്ചിമേഷ്യയിലും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ IRGCയുടെ സ്വാധീനം ഇന്ത്യ തിരിച്ചറിയുന്നു. ഒരു തർക്കമുണ്ടായാൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന നിയമസാധുത ഇന്ത്യക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എങ്കിലും IRGCയെ പിണക്കുന്നത് ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷാ താൽപ്പര്യങ്ങളെ അപകടത്തിലാക്കുമെന്ന് ഇന്ത്യക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അന്തിമമായി വിശകലനം ചെയ്യുമ്പോൾ ഇറാനിലെ ഒരു ആഭ്യന്തര അധികാര തർക്കത്തിൽ ഇന്ത്യ ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക. ഇറാൻ ഭരണകൂടം സ്വയം ഈ പ്രശ്നം പരിഹരിക്കണമെന്നും മേഖലയിൽ അസ്ഥിരത ഉണ്ടാകരുത് എന്നും ഇന്ത്യ ആഗ്രഹിക്കും. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഏത് വിഭാഗവുമായും സഹകരിക്കുക എന്ന പ്രായോഗിക രാഷ്ട്രീയമായിരിക്കും ഇന്ത്യ പിന്തുടരുക. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പിന്തുണച്ച് ഇറാനുമായുള്ള ബന്ധം വഷളാക്കുവാൻ ഇന്ത്യ ഒരിക്കലും മുതിരില്ല. ചുരുക്കത്തിൽ വ്യക്തികളെക്കാൾ രാജ്യ താൽപ്പര്യങ്ങൾക്കും പദ്ധതികളുടെ പൂർത്തീകരണത്തിനുമായിരിക്കും ഇന്ത്യ മുൻഗണന നൽകുക.
ഇറാന്റെ പരമാധികാരത്തെയും ആഭ്യന്തര തീരുമാനങ്ങളെയും മാനിച്ചുകൊണ്ട് തന്നെ സ്വന്തം തന്ത്രപരമായ ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുക എന്ന സങ്കീർണമായ നയതന്ത്ര നീക്കമായിരിക്കും ഇന്ത്യയുടേത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.